ഇടതുവശത്തു നിന്ന് വർക്ക് ചെയ്യുന്ന എക്സ്കവേറ്റർ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഞാൻ മുമ്പെടുത്ത 2-3 ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം. അതിൻ്റെ ഡേറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം ജാനുവരിയിലെടുത്തതും 1 എണ്ണം ഡിസംബറിലെടുത്തതുമാണ്. നോക്കുമ്പോഴത്തേക്ക് അറിയാം ഇപ്പോഴുള്ളതുമായിട്ടുള്ള വ്യത്യാസം. ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മളുള്ളത് പാലാങ്കോണം ഓവർപാസിനും കുടവൂർ കോണം ഓവർപാസിനും ഇടയ്ക്കുള്ള സ്ഥലത്താണ്. കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ ഇടയിലൊരു കുറച്ച് മുകളിലായിട്ടൊരു റോഡ് ക്രോസിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഒരു മേൽപ്പാലം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞായിരുന്നു. ഇന്നിപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ എർത്ത് വർക്ക്സ് നടക്കുകയാണ്. ആ റോഡുണ്ടായിരുന്ന ആ ഒരു റിഡ്ജ് അവർ ഇടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ത്രൂ ആൻഡ് ത്രൂ ഇവിടെ മെയിൻ കാരിയേജ് വേക്ക് വേണ്ടിയിട്ട് ഏകദേശം ഉള്ള വിഡ്ത്തിന് വേണ്ടിയിട്ട് അവർ ഇടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എക്സ്കവേറ്റേഴ്സൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ച് കുടവൂർ കോണം ഓവർപാസിൻ്റെ സൈറ്റ് വഴി നമ്മളെ ബ്രിഡ്ജിൻ്റെ സൈറ്റ് വരെ പോയി നോക്കാം എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രൈവ് തുടങ്ങാം. നേരെ കാണുന്നതാണ് പാലാങ്കോണം ഡയറക്ഷൻ അഥവാ കൊല്ലത്തോട്ടുള്ള ദിശ. നമുക്കിവിടെ തിരിച്ചു പോവാം. നേരെ കാണുന്നതാണ് കുടവൂർ കോണം ഓവർപാസിൻ്റെ സൈറ്റ്. അവിടെ ഇതുവരെയും കൺസ്ട്രക്ഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല. നമുക്ക് സർവീസ് റോഡിൽ കൂടെ പോവാം. സർവീസ് റോഡ് ടാർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ പല പ്രാവശ്യമായിട്ട് ഞാൻ വീഡിയോ കാണിച്ചിട്ടുമുണ്ട്. ബാരിക്കേഡ് ഇരിക്കുന്ന സ്ഥലത്താണ് ആക്ച്വൽ ഓവർപാസ് വരേണ്ടുന്നത്. ഇവിടുത്തെ എർത്ത് വർക്ക്സ് പകുതിയിൽ നിർത്തിയിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു അവരുടെ മണ്ണ് ആവശ്യത്തിനനുസരിച്ചായിരിക്കും ഇത് ഇവിടെ എർത്ത് വർക്ക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. മണ്ണ് ക്ഷാമം ഉള്ളതായിട്ട് പലയിടത്തും വായിച്ചിരുന്നു. ഇങ്ങോട്ട് കാണാം, ഒരു വലിയൊരു ഇറക്കമാണ്. അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ജോലിയാണ് നടക്കേണ്ടത്. ഇതിപ്പോൾ അവരുടെ കൺസ്ട്രക്ഷൻ വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ് ഈ റോഡ്. നേരെ കാണുന്നതാണ് ബ്രിഡ്ജിൻ്റെ സൈറ്റ്. പുതുതായിട്ട് വല്ലതും ഉണ്ടോ എന്ന് പോയി നോക്കിയാലേ അറിയാവുള്ളൂ. ഒരു പിയറിൻ്റെ ക്യാപ്പിംഗ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നു, എന്തായെന്ന് അറിയാൻ വയ്യ. അവരുടെ ഒരു ക്രെയിൻ വന്ന് കിടപ്പുണ്ട് ഈ
ഷട്ടറിങ്ങിന് വേണ്ടിയിട്ടുള്ള അയൺ ഷീറ്റുകളൊക്കെ എടുത്ത് സ്ഥാപിക്കാനുള്ളതായിരുന്നിരിക്കും. നമുക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് നടന്നു പോയി നോക്കാം. ഗർഡറുകളെല്ലാം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് പിയർ ബാക്കിയുണ്ട്, അതുപോലെ തന്നെ നിൽക്കുകയാണ്. ബാക്കി എല്ലാ പിയറുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഉള്ളൊരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് കുറേ മണ്ണ് അവർ ആറ്റിലോട്ട് ഇറക്കി ഇട്ടിട്ടുണ്ട്. ഗർഡർ ലോഞ്ച് ചെയ്യാനുള്ള ക്രെയിനിന് വരാനുള്ള സൗകര്യത്തിനായിരിക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. നേരത്തെ കണ്ട ആ ഒരു ക്ലിപ്പ് എടുത്തതിന് ശേഷം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കൺസ്ട്രക്ഷൻ ക്രൂവിലൊരു ചേട്ടനായിട്ട് സംസാരിച്ചായിരുന്നു. പുള്ളി പറയുന്നത് ഗർഡർ ലോഞ്ചിങ്ങിന് ഏകദേശം ആയിട്ടുണ്ട്, ഇന്നത്തേക്ക് വെച്ചിരുന്നതാണ്, പക്ഷെ അവരുടെ ക്രെയിനുകൾ വരാത്തതുകൊണ്ട് നടന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പർ സൈഡിലുള്ള, അതായത് സൗത്ത് സൈഡിലുള്ള 10 ഗർഡറുകൾ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ മണ്ണ് നീക്കി ഇപ്പുറത്തോട്ട് ഇട്ടതിന് ശേഷമായിരിക്കും ഇവിടുത്തെ ബാക്കി പണികൾ എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതാണൊരു അപ്ഡേറ്റ്. ഗർഡർ ലോഞ്ചിങ് ഏകദേശം ആവാറായിട്ടുണ്ട്. നേരെ കാണുന്നതാണ് നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം. കൊല്ലം ഭാഗമാണ്. അവിടെ കുറച്ച് പാറക്കെട്ടൊക്കെ നിൽക്കുന്നത് പൊട്ടിച്ച് നീക്കാനുണ്ട്. അത് ഇത്തിരി ശ്രമകരമായിട്ടുള്ള ജോലിയായിരിക്കും. എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമാന്യം സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കവും ഒക്കെയാണുള്ളത്. അവിടെ കുറച്ച് കാര്യമായിട്ട് തന്നെ എർത്ത് വർക്ക്സ് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഗർഡർ ലോഞ്ചിങ്ങിനൊക്കെ ശേഷമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മഴക്കാലത്തിന് മുമ്പ് തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ പാലത്തിൻ്റെ പണി മഴക്കാലത്തിന് മുമ്പ് തീർക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്ഡേറ്റ് ഇല്ലേ എന്ന് ചോദിച്ച ഒരു സുഹൃത്ത് കമൻ്റ് ഇട്ടിരുന്നതുകൊണ്ട് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ വിശദമായിട്ടുള്ള വേറൊരു വീഡിയോ വേറൊരു ദിവസം ഇടാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.